പഞ്ചാബിലെ ഒരു ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ് ഹോഷിയാർപൂർ ജില്ലയിലെ താൽവാര എന്ന ടൗൺഷിപ്പ്. പൊതുവെ RSSനും BJPക്കും അനുകൂലമായ നിലപാടെടുക്കുന്നവരായിരുന്നു ഈ പ്രദേശത്തെ ജനങ്ങൾ. എന്നാൽ അവരിപ്പോൾ തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും പ്രദേശത്തെ ഒരു സ്കൂളിൻ്റെയും പേരിൽ RSSനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഒരു സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ സമരത്തിൻ്റെയും അതെങ്ങനെയാണ് RSSനും കേന്ദ്ര സർക്കാരിനും എതിരാകുന്നത് എന്നതിൻ്റെയും കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 1961 പഞ്ചാബിലെ ബിയാസ് നദിക്കു കുറുകെ പോങ് ഡാം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടതാണ് താൽവാര എന്ന ടൗൺഷിപ്പ് പ്രദേശം. ഡാം നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമാണ് ഇവിടുത്തെ താമസക്കാർ. ഇവിടെ ബാക്ര ബിയാസ് മാനേജ്മെന്റ് ബോർഡ് അഥവാ BBMBയുടെ കീഴിൽ കഴിഞ്ഞ 40 വർഷമായി പ്രവർത്തിക്കുന്ന സ്കൂളാണ് DAV പബ്ലിക് സ്കൂൾ. 1200ഓളം കുട്ടികൾ പഠിക്കുന്ന മികച്ച നിലവാരമുള്ള ഈ സ്കൂൾ പ്രദേശത്തെ സാധാരണക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഏക ആശ്രയമാണ്. എന്നാൽ ഈ സ്കൂൾ RSS നിയന്ത്രണത്തിലുള്ള ചില സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് നൽകാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ മാനേജ്മെന്റ്. സ്വകാര്യവൽക്കരണത്തിന്റെ പേരിലാണ് ഈ കൈമാറ്റ നീക്കം നടക്കുന്നത്. കോടികൾ വില വരുന്ന ഭൂമി ചെറിയ വിലക്ക് RSS നിയന്ത്രണത്തിലുള്ള ഗ്രൂപ്പിന് കൈമാറാനുള്ള നീക്കവും ഇതിന് പിന്നിലുണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രദേശവാസികളും രക്ഷിതാക്കളും കർഷക വിദ്യാർത്ഥി സംഘടനകളുമെല്ലാം സംയുക്തമായി സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സംയുക്ത സമരസമിതിയുടെ പേരിലാണ് സമരം നടക്കുന്നത്. സ്കൂൾ വലിയ സാമ്പത്തിക നഷ്ടത്തിലാണെന്നും പ്രതിവർഷം 5 കോടി രൂപയോളം ചിലവ് വരുന്നുണ്ടെന്നുമാണ് BBMB അധികൃതർ പറയുന്നത്. ഇത് തങ്ങൾക്ക് താങ്ങാനാവുന്നതല്ലെന്നും അതിനാൽ തന്നെ സ്കൂളിന്റെ നടത്തിപ്പ് സ്വകാര്യ ഗ്രൂപ്പുകളെ ഏൽപ്പിക്കുകയാണ് എന്നുമാണ് സ്കൂളിന്റെ വാദം. എന്നാൽ നാട്ടുകാർ ഇത് വിശ്വസിക്കുന്നില്ല. RSSുമായി ബന്ധമുള്ള ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്കൂളിന്റെ 10 ഏക്കറോളം വരുന്ന ഭൂമിയും കെട്ടിടവും കൈമാറാനുള്ള ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് സമരസമിതി ആരോപിക്കുന്നത്. സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഭൂമി ലേലം ചെയ്യാനുള്ള നീക്കം ഇതിന്റെ ഭാഗമാണെന്നും സമരസമിതി വ്യക്തമാക്കുന്നു. സ്കൂൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ടാൽ ഉയർന്ന ഫീസ് നൽകേണ്ടി വരുമെന്നും ഇത് സാധാരണക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിന് കാരണമാകുമെന്നും സമരക്കാർ പറയുന്നു. സ്കൂളിന് 10 ഏക്കറോളം വരുന്ന വലിയ ക്യാമ്പസ് ഉണ്ട്. ഈ വിലപിടിപ്പുള്ള ഭൂമി തുച്ഛമായ വിലക്ക് സ്വകാര്യ ലോബിക്ക് കൈമാറാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും സമരസമിതി ആരോപിക്കുന്നു. തെരുവിൽ മാത്രമല്ല കോടതിയിലും സ്കൂൾ RSS നിയന്ത്രണത്തിലുള്ള ഗ്രൂപ്പിന് കൈമാറുന്നതിനെതിരെ നാട്ടുകാർ എതിർക്കുന്നുണ്ട്. നിലവിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഈ ലേല നടപടികൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 13 വരെ തൽസ്ഥിതി തുടരാനാണ് കോടതി ഉത്തരവ്. എന്നാൽ ലേല നടപടികളുമായി മുന്നോട്ട് പോയ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും പിൻവലിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. 2025 ഡിസംബർ 10 ആരംഭിച്ച സമരം ഇപ്പോഴും തുടരുകയാണ്. സമരസമിതി ഇപ്പോൾ ഗ്രാമങ്ങൾ തോറും ബോധവൽക്കരണ ജാഥകൾ നടത്തുകയാണ്. ഹൈക്കോടതിയിലെ അടുത്ത വാദം കേൾക്കുന്ന ഫെബ്രുവരി 13 വരെ സമരം ശക്തമായി തുടരാനാണ് ഇവരുടെ തീരുമാനം. ഡിസംബർ അവസാന വാരം സമരം ചണ്ഡീഗഡിലെ BBMB ആസ്ഥാനത്തേക്കും വ്യാപിപ്പിച്ചിരുന്നു. സമരസമിതി നേതാക്കളെ പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചെങ്കിലും പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് വിട്ടയച്ചു. സമരക്കാരെ സ്കൂൾ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന് BBMB ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടെങ്കിലും ജനകീയ പ്രതിഷേധം ഭയന്ന് പോലീസ് നടപടിക്ക് മുതിർന്നിട്ടില്ല. തൽവാര ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്. സാധാരണഗതിയിൽ RSSന്റെയോ BJPയുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഇവിടെ വലിയൊരു വിഭാഗം ആളുകളും. എന്നാൽ തങ്ങളുടെ മക്കളുടെ ഭാവി അപകടത്തിലാകുമെന്ന് കണ്ടപ്പോൾ അവർ രാഷ്ട്രീയത്തിനപ്പുറം ഒന്നിച്ചു. ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി കൊടും തണുപ്പിലും അവർ രാപ്പകൽ സമരം തുടരുകയാണ്.